Application of derivatives, part 8, local maxima and local minima. Second derivative test. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഓഫ് എ ഫംഗ്ഷൻ യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. പേര് പോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ രണ്ട് പ്രാവശ്യം കാണുന്നുണ്ട് ഇതിൽ. ലെറ്റ് എഫ് ബി എ ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അറ്റ് സി, സി ഈസ് ദി ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ്. ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ എ പോയിന്റ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റിനെയും എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന എക്സിനെയും ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് രണ്ട് പ്രാവശ്യം ഡെറിവേറ്റീവ് കാണാൻ പറ്റും. അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് സി. അങ്ങനെയാണെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ലോക്കൽ മാക്സിമം ആവണമെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0. എക്സ് ഈക്വൽ ടു സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമ. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമ. അതായത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് രണ്ട് പ്രാവശ്യം കാണുക, അതിൽ ക്രിട്ടിക്കൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമ, പോസിറ്റീവ് ആണെങ്കിൽ ലോക്കൽ മിനിമ. ഇനി അതിന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ദെൻ ദ ടെസ്റ്റ് ഫെയിൽസ്. അതായത് നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നതെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റ് ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ ലോക്കൽ മിനിമം പോയിന്റ് ആണോ എന്ന് പറയാൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് മതിയാവാതെ വരും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. Find the local maximum and local minimum values of the function f given by f of x equal to 3x raised to 4 plus 4x cube minus 12x square plus 12. നമ്മളിപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. f of x equal to 3x raised to 4 plus 4x cube minus 12x square plus 12. Then f dash of x equal to 3 into x raised to 4 into derivative 4x cube, that is 12x cube, plus 4 into x cube into derivative 3x square, that is 12x square, minus 12 into x square into derivative 2x, that is minus 24x, plus 12 into derivative 0. ഈ മൂന്നെണ്ണത്തിലും 12x കോമൺ ആണ്. 12x ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 12x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്നുള്ളതിന് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡെറിവേറ്റീവ് കണ്ടു. ഇനി ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 12x ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 0 ആയിരിക്കും. 12 0 അല്ല, പിന്നെ വരുന്നത് എക്സ് 0 വന്നാൽ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവും. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ആണ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. അടുത്തത് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് 1 0 ആണ്. അതുകൊണ്ട് 1 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അടുത്തത് എക്സിന് മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് 2 പ്ലസ് 2 എന്നുള്ളത് 0 വരും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയി മാറും. അപ്പോൾ മൈനസ് 2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അങ്ങനെ നമുക്ക് 3 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി, 0 1 മൈനസ് 2. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 12 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, അപ്പോൾ 36x സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 24x മൈനസ് 24 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ദാറ്റ് ഈസ് മൈനസ് 24, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 2. ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ലോക്കൽ മിനിമം പോയിന്റ് ആണ്. നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ആ പോയിന്റ് ലോക്കൽ മാക്സിമം പോയിന്റ് ആയിരിക്കും. ഫസ്റ്റ് നമ്പറായ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 24 അതൊരു നെഗറ്റീവ് നമ്പറാണ്, ലെസ് ദാൻ 0 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. അടുത്തത് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 36 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 24 ഇൻറ്റു 1 മൈനസ് 24
ഈക്വൽ ടു 36 എന്ന് വരും. അതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 1 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. അടുത്ത -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 36 ഇൻറ്റു -2 സ്ക്വയർ പ്ലസ് 24 ഇൻറ്റു -2 -24 അത് 72 ആണ് വരുന്നത്. അതും ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു -2 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. അപ്പോൾ 0 മാത്രമാണ് ലോക്കൽ മാക്സിമം പോയിന്റ്, 1ഉം -2ഉം ലോക്കൽ മിനിമം പോയിന്റ് ആണ്. ഇനി ഇതിൻ്റെ വാല്യൂ കൂടി കാണാൻ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടും. എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോക്കൽ മിനിമം വാല്യൂ അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 1. അതേപോലെ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലോക്കൽ മിനിമം വാല്യൂ അറ്റ് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു -2 കിട്ടും. അതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ എഫ് ഓഫ് 0 ഈക്വൽ ടു 12 കിട്ടി. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതൊരു പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആയതുകൊണ്ട് ലോക്കൽ മിനിമം വാല്യൂ കിട്ടി എഫ് ഓഫ് 1 ഈക്വൽ ടു 7. എക്സ് ഈക്വൽ ടു -2 പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണ്, അതുകൊണ്ട് ലോക്കൽ മിനിമം വാല്യൂ എഫ് ഓഫ് -2 ഈക്വൽ ടു -20. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് ദി ഫംഗ്ഷൻ എഫ് given by f of x equal to 2x cube minus 6x square plus 6x plus 5. ഇതിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എഴുതി. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 3x സ്ക്വയർ ദാറ്റ് ഈസ് 6x സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ദാറ്റ് ഈസ് 12x പ്ലസ് 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 therefore 6 പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് 0. ഇത് 6 കോമൺ ആണ്, 6 ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 6 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് എന്ത് കിട്ടും, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു. 6 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 12x മൈനസ് 12 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 12x മൈനസ് 12 ഔട്ട് സൈഡ് എടുത്താൽ എക്സ് മൈനസ് 1 12 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി ക്രിറ്റിക്കൽ പോയിന്റ് കാണാൻ എഫ് ഡാഷ് ഓഫ് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 6 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വിച്ച് ഗീവ്സ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണ് ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ ക്രിറ്റിക്കൽ പോയിന്റ് നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, 12 ഇൻറ്റു 1 മൈനസ് 1 ദാറ്റ് ഈസ് ഓൾസോ 0. therefore the second derivative test fails. ഈ കേസിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോകേണ്ടി വരും. അതായത് 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുക്കുക, പോയിന്റ് 9 എടുക്കുന്നു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 6 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ പോയിന്റ് 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 0.9 മൈനസ് 1 ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. അതുകൊണ്ട് 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ഇൻക്രീസിങ് ആണ്. റൈറ്റ് സൈഡിൽ ഒരു നമ്പറായ 1.1 എടുത്ത് എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് 1.1 ഈക്വൽ ടു 6 ഇൻറ്റു 1.1 മൈനസ് 1 ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് ഓൾസോ എ പോസിറ്റീവ് നമ്പർ. അതുകൊണ്ട് 1ൻ്റെ റൈറ്റ് സൈഡിലും ഇൻക്രീസിങ് ആണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് ലോക്കൽ മാക്സിമം പോയിന്റോ ലോക്കൽ മിനിമം പോയിന്റോ അല്ല. therefore x equal to 1 is a point of inflection. അടുത്ത ക്വസ്റ്റ്യൻ, find the local minimum of the function f of x equal to 3 plus mod x, x belongs to R. ഇതിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് 0 എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ ഒരു ക്രിറ്റിക്കൽ പോയിന്റ് ആണ്. ഇനി 0യുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പറാണ് എക്സ്. 0യുടെ ലെഫ്റ്റ് സൈഡ് എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് എഴുതേണ്ടി വരും, മൈനസ് എക്സ്. 0ൻ്റെ റൈറ്റ് സൈഡിൽ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് എക്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, എക്സ് തന്നെയാണ്. അപ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം, നമുക്ക് 3 മൈനസ് എക്സ്. 0ൻ്റെ റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സ് 3 പ്ലസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് f of x equal to 3 minus x ആണ് to the left of 0. So f dash of x എന്ന് പറയുന്നത് എന്ത് കിട്ടും, 3യുടെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ -1 കിട്ടി. f dash of x equal to -1 which is less than 0. f dash of x
ലെസ് ദാൻ 0 ടു ദ റൈറ്റ് ഓഫ് 0 ടു ദ ലെഫ്റ്റ് ഓഫ് 0യുടെ ലെഫ്റ്റ് സൈഡ് എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആണെന്ന് കിട്ടി. അതായത് 0യുടെ ലെഫ്റ്റ് സൈഡ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അടുത്തത് 0ന്റെ റൈറ്റ് സൈഡിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 0യുടെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഡിക്രീസിങ്, റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്. Decreasing, increasing. Therefore, x equal to 0 is a point of local minima, and local minimum value equal to f of 0 equal to 3. f of x is x ന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അടുത്തത് ആബ്സലൂട്ട് മാക്സിമം ആൻഡ് ആബ്സലൂട്ട് മിനിമം. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. ബിറ്റ്വീൻ എ ആൻഡ് ഡി, ക്ലോസ്ഡ് ഇന്റർവെൽ എ ഡി ആണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ. ഇതിൽ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബി എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണ്, സി എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. പക്ഷേ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമത്തിന് ഈക്വൽ അല്ല. ലോക്കൽ മാക്സിമം വാല്യൂ എത്രയാണ്? എഫ് ഓഫ് സി ആണ്. പക്ഷെ ഫംഗ്ഷന് ഹയർ വാല്യൂ വരുന്നത് ഏത് പോയിന്റിലാണ്? എയിലാണ്. ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. അതായത് ഈ എഫ് ഓഫ് എ ആണ്, അതായത് മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദ ഗിവൺ ഡൊമൈൻ. അതാണ് ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ മാക്സിമം ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദി ഗിവൺ ഡൊമൈൻ, അതായത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, അതിനെയാണ് അതിൻ്റെ ആബ്സല്യൂട്ട് മിനിമം ഓർ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് ബി അല്ല ഇതിൻ്റെ മിനിമം വാല്യൂ, എഫ് ഓഫ് ഡി ആണ്. അതായത് ലോക്കൽ മാക്സിമവും ആബ്സല്യൂട്ട് മാക്സിമവും ഡിഫറൻ്റ് ആണ്. അതേപോലെ ലോക്കൽ മിനിമവും ആബ്സല്യൂട്ട് മിനിമവും ഡിഫറൻ്റ് ആണ്. ചില കേസിൽ ഇത് രണ്ടും ഈക്വലായി വരാം. ലോക്കൽ മാക്സിമവും ആബ്സല്യൂട്ട് മാക്സിമവും ഈക്വൽ ആവാം. അതേപോലെ ലോക്കൽ മിനിമവും ആബ്സല്യൂട്ട് മിനിമവും ഈക്വൽ ആവാം. ഈ കേസിൽ രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ഡിയിൽ ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മാക്സിമവും മിനിമവും കാണുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം ക്രിറ്റിക്കൽ പോയിന്റ്സ് കാണും. അപ്പോൾ ക്രിറ്റിക്കൽ പോയിന്റ്സ് കാണുമ്പോൾ ഈ ഫംഗ്ഷനിലാണെങ്കിൽ ക്രിറ്റിക്കൽ പോയിന്റ്സ് ബിയും സിയും ആയിരിക്കും. അതിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കാണും. എഫ് ഓഫ് ബി കിട്ടും, നമുക്ക് എഫ് ഓഫ് സി കിട്ടും. പിന്നെ ക്ലോസ്ഡ് ഇന്റർവലിൻ്റെ എൻ പോയിന്റ്സ് ആണ് എയും ഡിയും. ആ എൻഡ് പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എ കാണുന്നു, എഫ് ഓഫ് ഡി കാണുന്നു. ഈ 4 നമ്പേഴ്സ് എഫ് ഓഫ് എ, എഫ് ഓഫ് ബി, എഫ് ഓഫ് സി, എഫ് ഓഫ് ഡി, ഇതിലെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് മാക്സിമം ഓഫ് ദി ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പറിനെയാണ് ആബ്സല്യൂട്ട് മിനിമം ഓഫ് ദി ഫംഗ്ഷൻ. അതാണ് ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ക്രിറ്റിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്താണെന്നുള്ളതാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ടേക്ക് ദ എൻ പോയിന്റ്സ് ഓഫ് ദി ഇന്റർവൽ. ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിറ്റിക്കൽ പോയിന്റ്സ് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ഇന്റർവെലിന്റെ എൻ പോയിന്റ്സ്, ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണ് ഇങ്ങനെ ആബ്സല്യൂട്ട് മാക്സിമവും ആബ്സല്യൂട്ട് മിനിമവും കാണാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി ഈ പോയിന്റ്സ്, അതായത് ക്രിറ്റിക്കൽ പോയിന്റ്സിലും ക്ലോസ്ഡ് ഇന്റർവെലിന്റെ എൻ പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഹയർ വാല്യൂ ആണ് ആബ്സല്യൂട്ട് മാക്സിമം, ലോവർ വാല്യൂ ആണ് ആബ്സല്യൂട്ട് മിനിമം. ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 1 ഓൺ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ 1, 5. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണ് ഫംഗ്ഷന്റെ മാക്സിമവും മിനിമവും കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇതേ സ്റ്റെപ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്രിറ്റിക്കൽ പോയിന്റ്സ് കാണണം. ക്രിറ്റിക്കൽ പോയിന്റ്സ് കാണാനായി എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. വി ഹാവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 1. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 2 into x³ ഡെറിവേറ്റീവ് 3x² that is 6x² മൈനസ് 15 into x² ഡെറിവേറ്റീവ് 2x ആണ്, അപ്പോൾ 30x പ്ലസ് 36 into x ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ 36 പ്ലസ് 1 ഡെറിവേറ്റീവ് 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് 6x² മൈനസ് 30x പ്ലസ് 36.
ഇതിൽ 6 ഔട്ട്സൈഡ് എടുത്താൽ 6 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 3യും എക്സ് ഈക്വൽ ടു 2 ആണ്. അതായത് നമുക്ക് രണ്ട് ക്രിറ്റിക്കൽ പോയിന്റ്സ് കിട്ടി, 2ഉം 3. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ n പോയിന്റ്സ് എടുക്കുക, 1 and 5. അപ്പോൾ നമുക്ക് 4 പോയിന്റ്സ് ആണ് കിട്ടിയത്. 1, 1, 5, 2, 3. ഈ 4 പോയിന്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിന് ആദ്യം എക്സിന് പകരം 1 കൊടുക്കുക, 2, 3, 5. ഈ 4 വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ്റെ വാല്യൂവിൽ ഏതാണോ ഹയസ്റ്റ് വാല്യൂ അതിനെയാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ഏതാണോ ലോവസ്റ്റ് വാല്യൂ അതിനെയാണ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വാല്യൂസ് കണ്ടു. ആ വാല്യൂസ് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 ക്യൂബ് മൈനസ് 15 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു 24. അങ്ങനെ എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 3യും എഫ് ഓഫ് 5ഉം കണ്ടുപിടിക്കുക. അതിൽ ലാർജർ വാല്യൂ എന്ന് പറയുന്നത് 56 ആണ്. അതാണ് ആബ്സല്യൂട്ട് മാക്സിമം. ഏത് പോയിന്റിലാണ് 56 കിട്ടുന്നത്? 5ലാണ്. ലോവർ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. 24 എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിലാണ് കിട്ടുന്നത്. അതായത് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഈസ് 24 അറ്റ് എക്സ് ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആൻഡ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ f of x equal to sin x plus cos x, x belongs to closed interval 0 pi. f of x equal to sin x plus cos x ആണ്. അപ്പോൾ f dash of x എന്ന് പറയുന്നത് sin x ൻ്റെ ഡെറിവേറ്റീവ് cos x, cos x ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x, sin x ൻ്റെ cos x ഉം cos x ൻ്റെ മൈനസ് sin x. ഇനി ക്രിറ്റിക്കൽ പോയിന്റ് കാണണം നമുക്ക്. അതിനു മുമ്പ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവൽ 0 പൈയിലാണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മാക്സിമവും മിനിമവും കാണാൻ പറ്റും. അപ്പോൾ ക്രിറ്റിക്കൽ പോയിന്റ് കാണണം. അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന് എഴുതി. അതായത് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് എക്സും സൈൻ എക്സും ഈക്വൽ ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ π/4 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു π/4 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്രിറ്റിക്കൽ പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക? ഈ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ n പോയിന്റ്സും കൂടി കൺസിഡർ ചെയ്യുക, 0യും പൈയും. അപ്പോൾ നമുക്ക് ഇനി കാണേണ്ടത് എഫ് ഓഫ് 0, എഫ് ഓഫ് പൈ ആൻഡ് എഫ് ഓഫ് π/4. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് സൈൻ 0 പ്ലസ് കോസ് 0 1 എന്ന് കിട്ടും. എഫ് ഓഫ് π/4 സൈൻ π/4 പ്ലസ് കോസ് π/4, ദാറ്റ് ഈസ് 1/√2 പ്ലസ് 1/√2 ഈക്വൽ ടു 2/√2 ഈക്വൽ ടു 2 എന്ന് പറയുന്നത് √2 ഇൻറ്റു √2 ആണ്. ഡിവൈഡഡ് ബൈ √2 എന്നുള്ളത് ഓരോന്ന് ക്യാൻസൽ ചെയ്ത ബാക്കി √2. അടുത്ത എഫ് ഓഫ് പൈ എന്ന് പറയുന്നത് കോസ് പൈ പ്ലസ് സൈൻ പൈ, അല്ലെങ്കിൽ സൈൻ പൈ പ്ലസ് കോസ് പൈ. സൈൻ പൈ 0 ആണ്, കോസ് പൈ -1. അപ്പോൾ 0 - 1 ഈസ് -1. ഇതിൽ ആബ്സല്യൂട്ട് മാക്സിമം കിട്ടിയത് 1ഉം √2ഉം -1ഉം ആണ് കിട്ടിയിട്ടുള്ളത്. അതിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ അതാണ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അറ്റ് ദി പോയിന്റ് π/4. ഇനി ആബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ് അറ്റ് ദ പോയിന്റ് x ഈക്വൽ ടു പൈ. മിനിമം വാല്യൂ 1 അറ്റ് x ഈക്വൽ ടു പൈ. അടുത്തത്, ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഇഫ് എനി ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ബിലോങ്സ് ടു ആർ. ഇതിൽ നോക്കുക, ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്, നോട്ട് എ ക്ലോസ്ഡ് ഇൻ്റർവൽ. ക്ലോസ്ഡ് ഇൻ്റർവൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്കറിയാം പരാബോളിക് ആണ്, അത് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് ഈ ഗ്രാഫ് പോകുന്നത്. അതായത് അതിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. therefore it has no maximum value. പക്ഷേ ഈ എക്സ് സ്ക്വയറിൻ്റെ മിനിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റും. 0ക്ക് താഴോട്ട് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ പോകുന്നില്ല. 0 എന്ന് പറയുന്ന വാല്യൂ ഇതിലുണ്ട് അല്ലേ. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0² ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എക്സ് സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ മിനിമം വാല്യൂ എന്താണെന്ന് പറയാൻ നമുക്ക് 0 ആണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. സോ ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f is 0 at the point x equal to 0, but f has no maximum value. ഇനി ഇതിൻ്റെ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് എന്നുള്ളതിന് പകരം ചെറിയൊരു പാർട്ട് എടുക്കും നമ്മൾ. ക്ലോസ്ഡ് ഇൻ്റർവൽ -2 മുതൽ 1 വരെ.
അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ചെറിയൊരു പാർട്ടാണ്, റെസ്ട്രിക്റ്റ് ചെയ്ത ഒരു പാർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഗ്രാഫ്. ആ പാർട്ടിൽ അതിന് ഹയർ വാല്യൂ ഉണ്ടാവും. അത് -2ൻ്റെ ഇമേജ് ആയ 4 ആയിരിക്കും ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. മിനിമം വാല്യൂ അപ്പോഴും ഇത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. അടുത്തത് find the maximum and minimum values if any of the function f given by f of x equal to x, x belongs to open interval 0 1. മെത്തേഡിൽ ആദ്യത്തേൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ആയിരുന്നു. ആദ്യത്തത് ക്ലോസ്ഡ് ഇൻ്റർവൽസ് ആയിരുന്നു. രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്തു, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ പറഞ്ഞു. അടുത്തത് പറയാൻ പോകുന്നത് ഓപ്പൺ ഇൻ്റർവൽ വന്നാൽ എങ്ങനെയാണ് മാക്സിമവും മിനിമവും കാണുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. ഇത് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് നീണ്ടുപോകും. പക്ഷേ 0 1ൻ്റെ ഇടയിൽ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പാർട്ട് മാത്രം മാർക്ക് ചെയ്തിരുന്നത്. അതിൽ ഈ ഹോൾ വരാനുള്ള കാരണം എന്താണ്, 0 എന്ന് പറയുന്ന പോയിന്റ് ഇതിലില്ല, ഡൊമൈനിൽ ഇല്ലാത്തതുകൊണ്ട് 0 0 എന്ന് പറയുന്ന പോയിന്റും ഈ ഗ്രാഫിൽ ഉണ്ടാവില്ല. അതേപോലെ 1 എന്ന് പറയുന്ന പോയിന്റ് ഡൊമൈനിൽ ഇല്ലാത്തതുകൊണ്ട് 1 1 എന്ന് പറയുന്ന പോയിന്റും ഈ ഗ്രാഫിലില്ല. അതുകൊണ്ടാണ് ഈ 2 ഹോൾ വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിലാണ്. ഇനി നോക്കേണ്ടത് ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തോ, ഫംഗ്ഷൻ്റെ വാല്യൂ 1 ഒരിക്കലും ഇതിലാവുന്നില്ല അല്ലേ. ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആവണമെങ്കിൽ എക്സ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. പക്ഷേ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിൽ വരുന്നില്ല, ഓപ്പൺ ഇൻ്റർവൽ ആയതുകൊണ്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ പിന്നെ ഏത് പറയാൻ പറ്റും, ഇതിന് തൊട്ട് മുമ്പ് വരുന്ന നമ്പറായ 0.9 എന്ന് പറയുന്ന നമ്പർ ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ്, 0.9-നെക്കാട്ടിലും കൂടുതലായ വാല്യൂസ് ഫംഗ്ഷൻസ് എടുക്കുന്നുണ്ട്. അതായത് എഫ് ഓഫ് 0.99 എന്ന് പറയുന്നത് 0.9-നെക്കാട്ടിലും കൂടുതലാണ്. ആ വാല്യൂ ഏതിൽ വരും, ഇതിൽ വരും. അതുകൊണ്ട് ഇതിന് മാക്സിമം വാല്യൂ ഇല്ല എന്ന് പറയാം. അതേപോലെ മിനിമം വാല്യൂ 0 എന്ന് പറയുന്ന പോയിന്റ് ഇതിലില്ല. പിന്നെ വരുന്നത് 0.1 എടുത്താൽ അതാണ് ഇതിൻ്റെ മിനിമം വാല്യൂ നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ 0.01 എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും ചെറിയൊരു നമ്പറാണ്, 0.1-നെക്കാട്ടിലും ചെറിയ നമ്പറാണ്. അപ്പോൾ അതാണ് മിനിമം വാല്യൂ ആവേണ്ടത്. അതുപോലെ ഓരോ നമ്പർ എടുക്കുമ്പോഴും അതിനെക്കാട്ടിലും ചെറിയ നമ്പർ പിന്നെയും ഈ ഫംഗ്ഷൻ്റെ റേഞ്ചിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് മിനിമം വാല്യൂ ഇല്ല.